ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തന്റെ ഭക്തരോട് കർത്താവ് കാണിക്കുന്ന കാരുണ്യം. ആകാശം എത്രമാത്രം ഉന്നതമാണോ അത്രമാത്രം ഉന്നതമാണ് ദൈവത്തിന് നിന്നോടുള്ള കാരുണ്യം. സങ്കീർത്തനത്തിൽ ഭക്തരെ നോക്കിയത് പറയുമ്പോൾ പുതിയ നിയമത്തിൽ മക്കളോട് ദൈവത്തിനുള്ള കാരുണ്യം എത്രമാത്രമെന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഈശോയുടെ കുരിശു മരണ സമയത്ത് നിന്നോടുള്ള ദൈവത്തിന് അനന്തമായ സ്നേഹം പ്രദർശിപ്പിക്കപ്പെട്ടു. ഇന്ന് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യം ഓർത്ത് തളർന്നിരിക്കുകയാണെങ്കിൽ, ചില വീഴ്ചകൾ വന്നുപോയി കാണും ജീവിതത്തിൽ, ചില തെറ്റുകൾ പറ്റിപ്പോയി കാണും ജീവിതത്തിൽ. പക്ഷെ നിന്നോട് ക്ഷമിക്കുന്ന, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ അംഗീകരിക്കുന്ന, മനസ്സിലാക്കുന്ന, നിന്നെ ഉൾക്കൊള്ളുന്ന ഒരു പിതാവ് നിനക്കുണ്ട്. ഇന്ന് ആ പിതാവിന്റെ മാർവിലേക്ക് ചാരി അപ്പാ നിന്നെ ഞാൻ സ്നേഹിക്കുന്നുവെന്നൊന്ന് പറയുമ്പോൾ തന്നെ അപ്പന്റെ കാരുണ്യം നിന്നെ പൊതിഞ്ഞു പിടിക്കുകയാണ്. വേണ്ട, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഇന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരിക്കും ചിലപ്പോൾ ജീവിതത്തിൽ. വല്ലാത്ത കുറ്റബോധത്തിലൂടെ, മാനസിക വിഷമത്തിലൂടെ കടന്നു പോകുമായിരിക്കും. അപ്പം നിന്നെ വന്ന് ചേർത്ത് നിർത്തുകയാണ്, നിന്നെ കെട്ടിപ്പിടിക്കുകയാണ്. ധൂർത്തപുത്രനെ ചേർത്ത് നിർത്തിയ പിതാവിന്റെ ആ സ്നേഹം ഇന്ന് നിന്നെയും ചേർത്ത് നിർത്തുന്നു. തിരിച്ചറിയുക, ഭൂമിയിൽ നിന്ന് ആകാശം എത്രമാത്രം ഉന്നതമാണോ അത്രമാത്രം ഉന്നതമാണ് ദൈവത്തിന് നിന്നോടുള്ള കരുണ. ആ കരുണ വറ്റത്തില്ല, ആ കരുണ നിന്നെ ചേർത്ത് നിർത്തുന്നു. ഇന്ന് ദൈവകരുണയിലേക്ക് കടന്നു വരുന്ന നിന്നിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയൊരു അഭിഷേകം ഇതാ കടന്നു വരുന്നു. ഈ അഭിഷേകമാണ് നിന്നെ വിശുദ്ധിയിൽ വഴി നടത്തുന്നത്. ഗോഡ് ബ്ലസ് യു.